ഹായ് സ്റ്റുഡൻസ്, ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ മോഡൽ എക്സാം 2025 18ാമത്തെ ക്വസ്റ്റ്യനാണ്. ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് യൂസിങ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ആണ്. എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് എന്താ വരിക? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് ഉള്ള സ്ഥാനത്ത് എന്ത് കൊടുക്കുക? എക്സ് പ്ലസ് എച്ച് എന്ന് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് ഫോമുല വരുന്നത്? എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് എപ്പോഴും ഓർത്ത് വയ്ക്കുക, എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു limit h tends to 0 1 by h into f of x plus h minus f of x. ഇങ്ങനെ ചെയ്യാം. ഓർ എങ്ങനെയാണ്? ലിമിറ്റ് h tends to 0 f of x plus h minus f of x divided by h. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് വരും? എഫ് ഓഫ് എക്സ് പ്ലസ് എച്ചിന് പകരം കോസ് എക്സ് പ്ലസ് എച്ച് മൈനസ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ എച്ച് എന്ന് വന്നു. നമുക്കറിയാം കോസ് എക്സ് മൈനസ് കോസ് വൈ ഫോമുല. മൈനസ് 2 സൈൻ എക്സ് പ്ലസ് വൈ ബൈ 2 സൈൻ എക്സ് മൈനസ് വൈ ബൈ 2. അപ്പം ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് എച്ചും വൈക്ക് പകരം എക്സും ആണ്. ഓക്കെ, അപ്പോൾ 1 ബൈ എച്ച് എഴുതുകയാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 1 ബൈ എച്ച് എന്ന് എഴുതി, ഈ എച്ച് ഇങ്ങോട്ട് എടുത്ത് എഴുതി. അപ്പോൾ ഇൻറ്റു -2 സൈൻ എക്സ് പ്ലസ് എച്ച് പ്ലസ് എക്സ് ബൈ 2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് എച്ച് മൈനസ് എക്സ് ബൈ 2. ഇങ്ങനെയാണ് വരുന്നത്. ദെൻ ഇസ് ഈക്വൽ ടു h tends to 0, limit h tends to 0 1 by h into -2 sin x plus x in the value 2x plus h divided by 2 into sin ഈ x ക്യാൻസൽ ചെയ്ത് പോയിട്ട് h by 2 എന്നാവും. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? ഇത് അതേപോലെ തന്നെ എടുത്തെഴുതി. -2 സൈൻ, ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ 2x by 2 മീൻസ് x എന്ന് വരും. പിന്നെ എന്ത് വരും? h by 2 എന്ന് വരും. ഓക്കെ, ദെൻ ഇവിടെ സൈൻ എച്ച് ബൈ 2 അതുപോലെ എടുത്തെഴുതി. അപ്പോൾ നമുക്കറിയാം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സിൻ്റെ വാല്യൂ ആണ് 1. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് വാല്യൂ 1 ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? പറഞ്ഞാൽ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്തു? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 -2 സൈൻ എക്സ് പ്ലസ് എച്ച് ബൈ 2 എന്നെഴുതി. എന്നിട്ട് ഈ എച്ചിനെ ഇങ്ങോട്ട് എഴുതി ഇൻറ്റു സൈൻ എച്ച് ബൈ 2. ഇതിൻ്റെ ഡിനോമിനേറ്റർ ശരിക്കും എന്ത് വരണം? എച്ച് ബൈ 2 എന്ന് വരണം. അപ്പോൾ ഡിവൈഡഡ് ബൈ ആ എച്ച് ഇവിടെ എഴുതി. ഇവിടെ ഒരു 2 ഇല്ലേ? ഈ 2നെ ഇനി ഇങ്ങോട്ട് എഴുതുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പിൽ കേട്ടോ. ഈ -2നെ എച്ച് ബൈ 2 എന്നുള്ള ആക്കി എഴുതുകയാണ്. അങ്ങനെ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യും? ലിമിറ്റ് വീണ്ടും കൊടുക്കുകയാണ്. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അല്ല, എച്ച് ബൈ 2 ടെൻസ് ടു 0. അപ്പോൾ എന്ത് വരും? സൈൻ എച്ച് ബൈ 2 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്തു? ഈ 2നെ അങ്ങോട്ട് എഴുതി. -2നല്ല കേട്ടോ, വെറും 2. അപ്പോൾ 2 എച്ച് ബൈ 2 എന്ന് വരും. അപ്പോൾ ഈ -2 ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ മൈനസ് സൈൻ എന്ന് വരും. ഇനി എച്ചിന് 0 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ത് വന്നു? മൈനസ് സൈൻ എക്സ് പ്ലസ് 0 ബൈ 2 ഇൻറ്റു ഈ വാല്യൂ എന്തായി മാറി? 1 ആയി മാറി. അപ്പോൾ ആൻസർ എത്രയായി വരുന്നത്? മൈനസ് സൈൻ എക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് കാണണം. അപ്പോൾ നമുക്കറിയാം ഡി ബൈ ഡി എക്സ് ഓഫ് യു ബൈ വി എന്താണ്? വി ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് മൈനസ് യു ഇൻറ്റു ഡി വി ബൈ ഡി എക്സ് ഡിവൈഡഡ് ബൈ വി സ്ക്വയർ ആണ്. ആണല്ലോ. ഇവിടെ എന്ത് ചെയ്യുക? ഇത് അതുപോലെ തന്നെ എഴുതുക. അപ്പോൾ എഫ് ഡാഷ് എക്സ് ഈക്വൽ ടു ഓർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡിനോമിനേറ്റർ ആദ്യം എഴുതുക സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് into d by dx of sin x minus cos x, then whole divided by denominator in the square sin x minus cos x the whole square. ഇപ്പോൾ ഡെറിവേറ്റീവ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്താ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് എക്സ്. കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? മൈനസ് സൈൻ എക്സ്. ഓക്കെ, നെക്സ്റ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സ് എന്താ? സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് കോസ് എക്സ്
മൈനസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് എന്താണ്? മൈനസ് സൈൻ എക്സ്. അപ്പോൾ ആൻസർ എന്ത് വരും? കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് എന്ന് വരും. അപ്പോൾ ഇനി ഇതിൻ്റെ ആൻസറിലേക്ക് വരാം. ഇസ് ഈക്വൽ ടു സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് എന്താ നമ്മൾ നേരത്തെ കണ്ടു. അപ്പോൾ ഇൻറ്റു കോസ് എക്സ് മൈനസ് സൈൻ എക്സ് മൈനസ്, ഇനി ഇവിടെ സൈൻ എക്സ് പ്ലസ് കോസ് എക്സ്, ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് മൈനസ് കോസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇൻറ്റു കോസ് എക്സ് പ്ലസ് സൈൻ എക്സ്, ദെൻ ഹോൾ ഡിവൈഡഡ് ബൈ sin x minus cos x the whole square. അപ്പോൾ ഇനി ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുകയാണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് വരുന്നത്? സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് സൈൻ എക്സ് കോസ് എക്സ്, സൈൻ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് മൈനസ് സൈൻ സ്ക്വയർ എക്സ്, നെക്സ്റ്റ് മൈനസ് കോസ് എക്സ് ഇൻറ്റു കോസ് എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്, നെക്സ്റ്റ് മൈനസ് കോസ് എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ്. ഇനി ഇത് രണ്ടും, ഇത് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ അല്ലേ. അപ്പോൾ എന്താ വരിക? മൈനസ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് എന്ന് വരും. 2 സൈൻ എക്സ് കോസ് എക്സ് എന്നിട്ട് ഡിനോമിനേറ്റർ എഴുതി. അപ്പോൾ ഇനി ഇവിടെ ഈ ടേമിൽ നോക്കുക. സൈൻ എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ്, 2 സൈൻ എക്സ് കോസ് എക്സ്, ദെൻ മൈനസ് സൈൻ സ്ക്വയർ എക്സ് മൈനസ് കോസ് സ്ക്വയർ എക്സ്. നെക്സ്റ്റ് ഇവിടെ എന്താ? ഈ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സിൻ്റെ വാല്യൂ എന്താണ്? 1 ആണ്. മൈനസ് ഓഫ് 1 പ്ലസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് 2 സൈൻ എക്സ് കോസ് എക്സ്, ദെൻ ഇതിൽ നിന്ന് രണ്ടിൽ ഒരു മൈനസ് പുറത്തേക്ക് എടുത്ത് എന്താ വരിക? മൈനസ് ഓഫ് സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ 1 ആയില്ലേ. ദെൻ ഇത് സിംപ്ലിഫൈ ചെയ്യാണ്. മൈനസ് 1, ഈ മൈനസ് ഇവിടെ വരുമ്പോൾ മൈനസ് 2 സൈൻ എക്സ് കോസ് എക്സ് ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇതിൽ ഈ ടേമും ക്യാൻസൽ ചെയ്ത് പോയിട്ടോ, കാരണം ഇത് പ്ലസ്സും ഇത് മൈനസും ആണ്. അപ്പോൾ ഇതെന്താണ്? ഇത് 1 അല്ലേ വരുന്നത്. അപ്പോൾ മൈനസ് 1 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ. ദാറ്റ് മീൻസ് -1 - 2 ഡിവൈഡഡ് ബൈ സൈൻ എക്സ് മൈനസ് കോസ് എക്സ് ദ ഹോൾ സ്ക്വയർ എന്നൊരു ആൻസർ.